ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് വീഡിയോ ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്ത് വെറുതെ ഇരുന്ന് ഇങ്ങനെ വീഡിയോസുകൾ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ആക്റ്റീവ് അല്ലേ യൂട്യൂബിൽ കുറച്ച് ഓരോരോ തിരക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ നജില ഷാൻ്റെ വിഷയം കണ്ടിട്ടോ. ആ മോളുടെ എന്താ പറയുക, മോളെ നജിലൻ്റെ മോളെ മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞ മോളെ എന്താ കൗൺസിലിങ്ങൊക്കെ നടത്തി നജിലൻ്റെ ഉമ്മ എന്താ പറയുക കസ്റ്റഡിയിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. കുറേ റിയാക്ഷൻ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ അതിലുള്ള എന്താ പറയുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് കരുതി. എന്തായാലും നമുക്ക് നജിലിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടുവരാം കേട്ടോ, എന്നിട്ട് നമുക്ക് പറയാം. കോണ്ടാക്ട് ചെയ്യും, പഞ്ചായത്തിൽ പോക്കും ഒക്കെ. ഒരൊറ്റ കാര്യം പറയട്ടെ, മസ്റൂറ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ സഹിക്കൂല. തൊട്ടിപ്പാലത്തിലെ കെട്ടി തൂക്കിയെന്ന് 4.5 വർഷം ഞാൻ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടില് കറക്റ്റ് 3500 രൂപ വാടകയും. അന്ന് ഞാൻ പറഞ്ഞ എന്റെ വീട്ടുകാരെടുത്ത് എന്റെ മക്കളെ നോക്ക്. അപ്പൊ എന്നിൽ നിന്നുള്ളതെല്ലാം ഊറ്റി മേടിച്ച് ഞാൻ ഷെറൻ സ്കൂളിൽ 13,000 രൂപ കൊടുക്കാണ്ടെന്ന് എന്റെ തള്ള പറഞ്ഞു. 6,000 സംതിങ്ങിന്റെ കാര്യം എനിക്കറിയാവും. ഞങ്ങനെ ഒന്ന് വിളിച്ച് സംസാരിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് എല്ലാം മടവൂർ സെൻട്രൽ സ്കൂളിൽ നമ്മൾ പോവാ ഒരുങ്ങിയതാണ്. അപ്പൊ നോക്കിയപ്പോ വേഗം തൂക്കിയപ്പോ നാവായിക്കുളത്ത് പോണ്. ഇത്രയും കാലം റഹീമേ, നിന്റെ അടുത്തൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടാ. അന്ന് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് അന്ന് കുട്ടീനെ ചെലവ് വയ്ക്കാൻ പറഞ്ഞേട്ടാ. എനിക്കൊരു എത്തും പിടിയും ഇല്ലാത്തൊരവസ്ഥ. എന്റെ ഉമ്മാരെ അവസ്ഥ എങ്ങനെയാണ്? പണ്ട് ആസിഡ് കുടിയും കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഡിപ്രഷനിൽ കൊണ്ടുപോയത് ഉമ്മയാണ്. എന്റെ പാപ്പ ഗൾഫിലായിരുന്നു. അതിൽ നിന്നുള്ള ആഘാതമാണ്. ഞാൻ ഉമ്മച്ചിമാരുടെ അടുത്ത് നിന്നാണ് വളർന്നത്, ഉപ്പാപ്പാരുടെ അടുത്ത്. അവിടെ ആസിഡ് കുടിയും കാര്യങ്ങളും ബഹളവും പ്രശ്നവും. പണ്ട് കുടുംബക്കാർക്ക് എല്ലാവർക്കും അറിയാം. പണ്ട് കല്ലിയെട്ടിന്റെ അവിടെ രാത്രി വന്നിരുന്ന് ചരള് വാരി എറിയും. നമ്മള് കരഞ്ഞോണ്ടോടും നമ്മളെ അമ്മ എന്നും പറഞ്ഞ്. അങ്ങനെയൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. 3 ഭർത്താവിലുള്ള 3 മക്കളും എന്റെ സമൂഹത്തില് ഒരാളൂടെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഒരഴുക്ക സ്ത്രീയായിട്ട് എന്നെ മുദ്ര കുത്തി. ഒരു പെറ്റതള്ളയും പറയില്ല. അതിനുശേഷം ഞാൻ ക്ഷമിച്ചോളാണ്. എനിക്ക് കുറച്ച് ചോറും കറികളൊക്കെ തന്നിട്ടുണ്ട് ഉമ്മ, ഇല്ലാന്നുള്ള. 5.5 പവന്റെ സ്വർണം, ഒരു 3 പവന്റെ തടവള കൈരളിയിൽ നിന്ന് മേടിച്ചതാണ്. 1 പവന്റെ ഒരു കൈച്ചൈ നൗഫലിന്റെ നിന്ന് മേടിച്ചതാണ്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു. ഒരു ചെവിമാട്ടി കാതിടുന്ന ഒരു മോതിരം, ഞാൻ 10,000 രൂപ കൊടുത്തു വാങ്ങിയ മോതിരമാണ്. അന്ന് സ്വർണത്തിന് ഇത്ര വിലയില്ല. പിന്നെ ഒരു കൈച്ചൈ മുത്തുമോന്റെ, എല്ലാം ഇവരെ കസ്റ്റഡിയിലാണ്. ഇപ്പൊ ഇവര് പറഞ്ഞു അത് വാങ്ങിയിട്ടില്ല എന്ന്. എന്നിട്ട് യൂട്യൂബിന്റെ ഏണിങ്സ് വന്ന് ഷെറൻ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്നു. അനിയൻ അന്നം പൊന്നി പെണ്ണെ, നാളെ 15,000 രൂപ വേണം. അതാണ് ഞാൻ ഉമ്മാരെ കൊടുക്കൂലെന്ന് പറഞ്ഞിക്ക. എന്റെ വയറ്റിൽ കിടക്കണ കുഞ്ഞാണ് സത്യം. എന്നിട്ട് വാപ്പാരെ കയ്യിലാണ് ഞാൻ എണ്ണി കൊടുക്കണം അടുക്കള ഭാഗത്ത് നിന്ന്. എന്റെ എല്ലാം നശിപ്പിച്ച് എന്റെ വസ്തു ഒന്ന് ജപ്തി ഘട്ടത്തിലാണ്. ഞാൻ അന്നും പറഞ്ഞു ഇതുപോലെ എന്നെ ശല്യം ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വീട് വെക്കില്ല എന്ന്. ഇത് സത്യം അറിയാവുന്ന കുറച്ചു പേരുണ്ട്. എനിക്ക് ഉമ്മയെ പണ്ടേ ഇഷ്ടമല്ല. ഉമ്മനെ കുറ്റമല്ല പറയുന്നത്, എനിക്ക് ഇഷ്ടമല്ല. എന്റെ കണ്ണിൽ കാണാത്ത കാഴ്ച കണ്ടു. എന്റെ മോളെ എങ്ങനെ വളർത്തും? എന്റെ മോളെ എങ്ങനെ വളർത്തും? ഞാൻ എന്നിട്ടും എന്റെ മോളൊന്നും പറഞ്ഞില്ലേട്ടാ. അവരുടെ അടുത്ത് പറഞ്ഞെന്നേ, ഞാൻ തൊട്ടിലിന്റെ കയറിൽ കെട്ടി തൂക്കിയെന്ന്. ഷെറൻ ഇന്റർനാഷണൽ സ്കൂളിൽ ടോപ്പ് ലെവലിൽ ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അടിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ അടിച്ചിട്ടുണ്ട്. എന്റെ മുത്തുമോന്റെ കയ്യിൽ ഒരു അടയാളവും ഇല്ല. ഇവര് ഈ 3 മക്കളെയും കൊണ്ട് പഞ്ചായത്തിൽ പോയി. മുത്തുമോനെ, മുത്തു ഇങ്ങോട്ട് വാ, മിച്ചുമോനെ, ഇവര് കള്ളയില്ലാത്ത മക്കളല്ലേ. എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങളാ ഞാൻ എപ്പോഴെങ്കിലും കയറിന് കെട്ടി തൂക്കേ ചാർജറിന് അടിക്കുക ചെയ്തിട്ടുണ്ടോ മക്കളെ? എന്റെ മുത്തുമോ എന്നിൽ നിന്ന് പോയിട്ട് തിരികെ വന്നവനാണല്ലേക്കാ. ഒരു സമയത്ത് മസ്റൂറ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ച. എനിക്ക് മോളായോണ്ട് ഒരു ആലോചനയും വരൂലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഒറ്റപ്പെട്ടു പോയി. എന്നെ ചേർത്ത് പിടിച്ചില്ല ആരും. റബ്ബർ വിളയിൽ കിടന്നും പാലെടുത്തും അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ 550 രൂപ പാല് 150 രൂപ പാല് ഞാൻ എടുത്തതിക്കാം. നൈറ്റ് കച്ചവടം. എന്നാ റീന മെമ്പർ വന്നില്ലേ, താത്ത അടുത്ത ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞിട്ട് എന്ന് പറഞ്ഞ താത്ത ഒരു നൈറ്റ് എടുക്കണം, പക്ഷെ മക്കൾക്ക് നാളെ തിരിച്ചാൽ ഒന്നുമില്ല. അങ്ങനെ ആ കാക്ക പറഞ്ഞ് പെണ്ണെ അതിന് 50 രൂപ കിട്ടട്ട്, നീ ഒരു നൈറ്റി എടുത്ത് എന്റെ ഉമ്മാക്ക് കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ 250 രൂപയ്ക്ക് ഒരു നൈറ്റി എടുത്ത് കേട്ടാ. 200 രൂപയുടെ നൈറ്റി 250 രൂപയ്ക്ക് എടുത്ത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ രക്ഷപ്പെട്ട അൽഹംദുലില്ലാ. ഞാൻ എല്ലാം കൊടുത്തത് മസ്റൂറ കാതിൽ കിടപ്പുണ്ട്. അവളെല്ലാം എടുത്തോട്ടെ, എല്ലാം എടുത്തോട്ടെ.
ഒരു സമയത്ത് മോളെ നിന്നെ ഞാൻ നോക്കിയില്ലെന്ന് പറയല്ലേ, യവന്മാർക്ക് ഞാൻ കുറഞ്ഞ ഡ്രസ്സ് എടുക്കുമ്പോ അവൾക്ക് ഞാൻ കൂടിയതാണ് എടുക്കുന്ന. പക്ഷെ ഇക്ക വന്ന് കുടിച്ചിട്ട് അന്നൊരു പ്രശ്നം വന്നപ്പോ വെള്ളം ഒഴിച്ച് അല്ലേ, അതാണ് അവള് പറയണത്. അത് തെറ്റു പറ്റിപ്പോയി, ഏറ്റു പറഞ്ഞ് ഇനി ഒന്നും ചെയ്യൂല മോളെ, ഒന്നും ചെയ്യൂലെന്ന് ഏറ്റു പറഞ്ഞു. കൊണ്ടുപോട്ട് എനിക്ക് ആ തള്ളയുമായിട്ട് മരിച്ചാ പോലും ഒരു ബന്ധവുമില്ല. പബ്ലിക്കിൽ എന്നെ അഴുക്ക സ്ത്രീയായിട്ട് ഒരു മുദ്ര കുത്തി. എന്റെ മോള് പറയണ ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചോദിച്ചില്ലേക്ക മോളെ ഇമ്മച്ചി വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? അവക്ക് പഠിക്കാൻ വയ്യ. അമ്മ കൊറേ മൊബൈലും കൊടുത്ത് ടിവിയും കൊടുത്ത്. എന്റെ വീട്ടിൽ ടി വി മേടിക്കാത്ത കാര്യം ഒന്നും നിവർത്തിയില്ലാത്തോണ്ടല്ല. മുത്തുമോനെ മിണ്ടാണ്ടിരിക്കും മക്കളെ. എന്തുകൊണ്ടാണ് ഞാന് ടി വി മേടിക്കാത്ത? എന്റെ മോള് ടി വി കണ്ടേ ബേക്കായി പോവോ? എന്തുകൊണ്ട് ഞാൻ 2 മക്കളെ സാധാ സ്കൂളിലാക്കിട്ട് എവിടെ ഷെറിലാക്കി എന്റെ മോളെ 10 പിള്ളേരെ പഠിപ്പിച്ചെങ്കിലും അതിന്റെ ഭാവി എത്തിക്കോട്ട്. അവളെ വാപ്പ പക്ക കുടിയനെ കുടിച്ചോണ്ടാണ് ഇതൊലാക്കല്ലേ. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഈ ചെലവിനിതാ ഒരു വട്ടം അവ 5000 രൂപ തന്നിട്ടുണ്ട്. ഒരു വട്ടം എല്ലാം എടുത്തോട്ട് വളർത്തിക്കോട്ട്. പക്ഷെ അവക്ക് എന്നെ വേണ്ട. എന്തെങ്കിലും ഒരു സമയത്ത് ദുഃഖിക്കുമല്ലേക്കാ. അങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ യൂട്യൂബിൽ പഴയ വീഡിയോകൾ നോക്കിയാണ് എൻ്റെ മക്കളും ഞാനും ഉള്ളൊരു കാലം. എൻ്റെ മോക്ക് അടിയിലിടാൻ പോലും നിക്കർ പോലും ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. ഞാൻ ഓരോരുത്തരത്ത് എന്ത് കരഞ്ഞു വിളിക്കും, വല്ലോ തരോ. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സ്കൂളിൽ കിഴക്കനയിലേന്ന് മാറ്റിയെന്നറിയാമോ? ഇവിടെ നിന്ന് കുറച്ച് കുട്ടികൾ അവളോട് ആരും മിണ്ടൂലേട്ടാ, മാപ്പ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. അന്ന് ഞാൻ ഷംസൂന് കെട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ മോൾ ആ സ്കൂളിൽ നിന്ന് മാറ്റിയത്. ഇന്ന് ഞാൻ എന്റെ സഹോദരങ്ങൾ മുമ്പ് കൈ നീട്ടിയിട്ടില്ല. എന്റെ ഉമ്മ കാരണം തന്നെയാണ് ഞാൻ ഇങ്ങനെ ആയത്. പബ്ലിക്ക് കുറ്റം പറയണല്ല, പബ്ലിക്കിൽ വന്ന വീഡിയോയാണ്. എന്റെ ഉമ്മ പറഞ്ഞ വോയിസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചിട്ട് ചെയ്യേക്കാൻ തുടങ്ങിയത്. ഇന്ന് ഞാന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ മക്കളൂടെ ആരും ചെലവ് മേടിച്ചിട്ടില്ല, നഷ്ടപരിഹാരം മേടിച്ചിട്ടില്ല. സനോപറിന് മാത്രം 1 ലക്ഷം രൂപ അച്ചാരം കൊടുത്തതിൽ 75 രൂപ മേടിച്ച്. ഇന്ന് ഞാനും പറയണ ഞാൻ ഒരു പൈസക്ക് ആർത്തിയുള്ളവളാണ് ഇക്ക. ഒരിക്കലും അല്ല, എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവളാണ്. പെരുന്നാളിന് തന്നെ ഞാൻ 3000 രൂപയും കൊടുത്ത് മസ്റാറെ ഏൽപ്പിക്കല്ലേ. അപ്പൊ അവര് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ഉമ്മയും ബാപ്പയല്ലേ, എന്നെങ്കിലും ഒരു സമയത്ത് ഒന്നിക്കും. എന്റെ വയറ്റിൽ കിടക്കണ കൊച്ചു ഹറാൻകുട്ടിയാണ്. പറയണേണ് തള്ള ഇന്നും പിഴയാണ്. കറി കറിച്ച് തുപ്പണണ്ട. അപ്പൊ വയറ്റിൽ കിടക്കണ എടുത്തോട്ട് മസറൂറായ എടുത്തോട്ട് വാപ്പാരടുത്ത് ഒരു കാര്യമേ പറയണ്ടല്ലോ. നിങ്ങളുടെ ഭാര്യനെ വാപ്പ നിങ്ങക്ക് ചൊന്ന ഒടിക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല. പാപ്പാക്ക് അറിയാം അമ്മ ചെയ്ത തെറ്റെന്താണെന്ന്. എനിക്ക് എല്ലാം അറിയാം. ഞാൻ ചോദ്യം ചെയ്ത്, ഞാനൊരു പെണ്ണായതുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്തു. എന്റെ ആൺകൊച്ചുങ്ങൾ 2 സഹോദരങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല. എന്റെ കാക്കച്ചി 1 രൂപ ഞാൻ കൈ നീട്ടിട്ടില്ല കാക്കാര മുമ്പ്. പക്ഷെ ഇതിനൊക്കെ എന്റെ ഉമ്മയുണ്ടല്ലോ എണ്ണി കടക്കുറയും. എണ്ണി എന്റെ സ്കൂളിൽ വരും എന്നെ മര്യാദ പഠിപ്പിക്കാൻ എന്റെ ഉമ്മ. അപ്പോഴൊക്കെ ഞാൻ വലിയ കുട്ടിയാണ്. എല്ലാ കുട്ടികളെ മുമ്പ് എന്നെ കളിയാകും. അപ്പോഴേക്കും എനിക്ക് ദേഷ്യമാണ് എന്റെ ഉമ്മാരോട്. എനിക്ക് എല്ലാരും ചോദിക്കും നിനക്ക് മാത്രമേ ഉള്ളാടി ഇങ്ങനത്തെ ഒരു ഉമ്മയെന്ന്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ 5 എണ്ണത്തിനെ പ്രസവിച്ച്. ഇത് ഗർഭിണിയാണ്. 5 എണ്ണത്തിനെ ഞാൻ ഗർഭിണി. എന്റെ കണ്ണു മുമ്പ് പോലും മസറൂറിന് വരണ്ട. അത്രയ്ക്ക് എനിക്ക് മനസ്സ് മുറിഞ്ഞു. അത്ര നാളത്തെ പോലെ അല്ല. ഞാൻ ഒരു പൂട്ടി എന്റെ മോളെ ഇട്ടിട്ടില്ല. അള്ളാഹ്ക്ക് അറിയാലല്ലേ. ഞാൻ പൂട്ടി ഇട്ടിരുന്നു ഒരു കാലത്ത്. എന്ന് ഞാൻ ജോലിക്ക് പോയ സമയത്ത്. എന്നിട്ട് അവന്റെ കയ്യില് ആ മേടം കണ്ടെന്ന് ചാർജറിന്റെ അടയാളം. എന്റെ വെളുത്ത മോനാണ്. നോക്ക് ഒരടയാളൊക്കെ കണ്ടുപിടിച്ച് തന്നെടുക്ക. ഒരടയാളം. മക്കളെ ഉമ്മച്ചി അങ്ങ് പോയപ്പോ ഷാഹിദാമ്മ മക്കളെ അടിക്കുമായിരുന്നു. മക്കളെ പാപ്പച്ചി ഉമ്മച്ചി ഇല്ലാതെ വട്ടക്കൈ നിന്നപ്പോ അടിക്കുമായിരുന്ന.
അല്ല ഞാൻ ചോദിക്കണേ എന്തുകൊണ്ട് പിന്നെ അവൻ തിരികെ നമ്മളടുത്ത് വന്ന് അന്ന് ഉപ്പച്ചിയെ വേണോന്ന് പറഞ്ഞു പോയിട്ട് എന്തുകൊണ്ട് വീണ്ടും തിരികെ പോലീസ് സ്റ്റേഷന്റെ സമക്ഷത്തില് വന്ന് പറ മുത്തുമോനെ അടിക്കു വരുന്ന മുത്തുമോന് വേണ്ടി ഞാൻ ഒരുപാട് കരഞ്ഞോളാണ്, മക്കളെ ഞാൻ സംരക്ഷിച്ചോളാണ്. പക്ഷെ എന്ന് തെറ്റുപറ്റി പോയി. ആരുടെ ആത്മാർത്ഥമായിട്ട് നിക്കരുത്. ഇന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അസറൂറ കാരണം. അവളെന്റെ സ്വപ്നമായിരുന്നു, എന്റെ മോഹമായിരുന്നു, എന്റെ എല്ലാമായിരുന്നു അവള്. പക്ഷെ എന്റെ ഉമ്മ ഉണ്ടല്ല 10 മടക്കി കൊത്തണ പാമ്പാണ്. ഇന്ന് ഞാന് തയ്യൽ ക്ഷേമനിധിന്ന് ലോൺ എടുത്തു കൊടുത്ത്, പാർട്ടി ലെവലിൽ നിന്ന് ലോൺ എടുത്തു കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണം ഇപ്പൊ കൊടുത്ത്, 5.5 പവന്റെ സ്വർണ്ണമാണ്, കട്ടി സ്വർണ്ണങ്ങള്. പിന്നെ ജപ്തിയാവുന്ന ഘട്ടമായി കിടക്കാണ് എന്റെ വീട്. 2012 ലോൺ വെച്ചതാണ്. എനിക്ക് സനോഫറിന്റെ റഹീമിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല, സനോഫറിന്റെ കൂടെ ജീവിച്ചപ്പോ ഒരു സമാധാനം തന്നിട്ടില്ല. ഷംസൂനെ വിളിക്കുന്നുണ്ട്, എടാ പട്ടിയെ കേട്ടാ, എത്ര വട്ടം പറയും നജിയെ ഞാൻ നിന്നെ അല്ലേടി കെട്ടിയിട്ടുള്ളതെന്ന്. ഒരു ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് സമാധാനം. ഇപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഒരു ഭർത്താവിനെ എടുത്ത് ഹെൽമറ്റ് വെച്ച് കൈ അടിച്ചില്ലേക്ക കല്ലുമണ്ണ് മാറി എറിഞ്ഞ് ഒരു പുരുഷന് ചെയ്തതാണ്. എന്തോ ആവട്ടെ, എന്നിലൊരു ബന്ധമില്ലായിരുന്നു എങ്കിൽ എന്റെ മകളിൽ ഒരു ബന്ധം വെക്കരുത്. അന്ന് പോലീസ് പറഞ്ഞു അവരെ മോൾ അവരെ കൂടെയാണ്. എന്നിട്ട് ഞാൻ മോൾ എന്തുകൊണ്ടാണ് വിട്ടുകൊടുത്തേക്ക്, അവളെ മനസ്സ് തേങ്ങോ വേദനിക്കോ എന്ന് പറഞ്ഞിട്ട്. നസ്രൂറാരുടെ അടുത്ത് ഒരു കാര്യം പറയാനുള്ളൂ, ദയവ് ചെയ്തിട്ട് ഇനി ഉമ്മ എന്നൊരു വാക്ക് വിളിക്കരുത്. ഞാൻ മരിച്ചാ പോലും നസ്രൂർ എന്നെ നോക്കരുത്, മയ്യത്ത് പോലും. വേണ്ട, കയറിനെ കെട്ടി നോക്കി. ആരും നജിലൻ്റെ ഈ വീഡിയോ കണ്ടല്ലോ. അപ്പം എന്താ പറയുക, നജിലങ്ങനെ കരയിനെ കാണുമ്പോൾ ഒരു പാവം തോന്നുന്നുണ്ട് കേട്ടോ. മറ്റൊന്നുമല്ല, എങ്ങനെയായാലും ഒരു ഉമ്മല്ലേ, എത്ര പറഞ്ഞാലും എന്ത് ചെയ്താലും ഒക്കെ ഒരു ഉമ്മല്ലേ. ഒരു നമ്മളിപ്പം എന്താ പറയുക, യൂട്യൂബിൻ്റെ എനിക്ക് 2-2.5 വർഷം 3 വർഷത്തിനടുത്തൊക്കെ അതിൻ്റെ നജില യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഏകദേശം ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്തായിട്ടുള്ള 5-8 മാസം 1 വർഷമായിടോ മാത്രമായിട്ടുള്ളൂ ഒന്ന് റീച്ച് ആയിട്ട് കേട്ടോ. അപ്പം എന്താ, അപ്പം അന്നേ ആ മക്കളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് കേട്ടോ മക്കളങ്ങനെ പോയിട്ട്. ഇത് റബ്ബർ പാല് വെട്ടാൻ പോയിട്ട് അങ്ങനെയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പം ഒരു നിലയിൽ അത്യാവശ്യം ഇപ്പോൾ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത്യാവശ്യത്തിൽ ഇപ്പം മകളെ മസുറ ഫാത്തിമ എപ്പോഴും പറയേണ്ടത് രാജകുമാരിയാണ്, അവള് രാജകുമാരിയാണ്. എന്നിട്ട് അമ്മമാരായാലും അങ്ങനെ തന്നെയാണ്, അവനെ മക്കളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മക്കളൊരു നല്ല നിലയിലെത്തുക, നല്ലൊരു രീതിയിലെത്തുക പറഞ്ഞാൽ ഏതൊരു അമ്മമാർക്കും എന്താ പറയുക, ആ ഒരു അഭിമാനം. നമ്മൾ എത്ര താഴ്ന്നതാണെങ്കിൽ നമ്മളെ മക്കളൊന്ന് മുന്തിയതായി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം, ഒരു സന്തോഷമാണ് മനസ്സിന്. അപ്പം അങ്ങനെ ഇരുന്നിട്ട് എപ്പോഴും ഇങ്ങനെ പറയും രാജകുമാരിയാണ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു ഇഷ്ടമാണല്ലേ എന്നുള്ളത്. ഇപ്പം എന്തോ പ്രഷർ കൗൺസിലിങ്ങൊക്കെ നടത്തി ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് എന്താ ഓളപ്പൻ്റെ റഹീമുമായിട്ട് ബന്ധപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന് ഫോൺ ചെയ്ത് അങ്ങനെ എന്തൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ അങ്ങനെ കണ്ടല്ലോ നിങ്ങൾ വീഡിയോസുകൾ പറഞ്ഞത്. അപ്പം ആ കരയിനെ കാണുമ്പോൾ പാവം അമ്മമാരാകുമ്പോൾ കുറച്ച് തല്ലും ചീത്ത പറയും ഒക്കെ സ്വാഭാവികമാണ്. അതിനിപ്പം എന്താ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആ ബാക്കിലുള്ള കാര്യം അല്ലാതെ ഉണ്ട്, പൊതുവെയുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ അച്ഛന്മാരായാലും അമ്മമാരായാലും ഒക്കെ നമ്മൾ തല്ലും, മക്കളെ ചീത്ത പറയും, ശ്വാസിക്കുകയൊക്കെ ചെയ്യും. പഠിക്കാത്തതിന് പേര് പറഞ്ഞേക്കാനിട്ട് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇട്ടത്. പിന്നെ എന്താ പറയുക, അപ്പം അങ്ങനെ ആയിരിക്കാൻ മതി നജിലായി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അത് മക്കൾ ഇപ്പം എന്താ പറയുക, മക്കളെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കൂല പറയണം. പക്ഷെ അങ്ങനെയാണ് നജിലൻ്റെ അടുത്ത് തെറ്റില്ല എന്നാണ് നജില പറയണത്. ഏതായാലും സത്യം ആരെടുത്താണെന്നുള്ള തെളിയട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ള കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.